ഇന്നത്തെ വീഡിയോയിൽ ആന്ത്രോപ്പിക് റിലീസ് ചെയ്ത ക്ലോഡ് കോവർക്ക് എന്ന് പറയുന്ന ടൂളിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലോഡ് കോവർക്ക് എന്ന് പറയുന്നത് ക്ലോഡിൻ്റെ തന്നെ ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഫീച്ചറാണ്. ഇതിൽ ഈ ക്ലോഡ് കോവർക്കിന് നമ്മുടെ ഫയലുകളൊക്കെ കാണാനും എഡിറ്റ് ചെയ്യാനും പുതിയ ഫയലുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ടും കഴിയും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ്സ് ഫോൾഡർ ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ടാവും അല്ലേ. ഭയങ്കര മെസ്സി ആയിട്ടായിരിക്കും അത് കിടക്കുന്നത്. PDF-കളും ഇമേജസും സ്ക്രീൻഷോട്ട്സും ഒക്കെ നിറഞ്ഞു കിടപ്പുണ്ടാവും നമ്മുടെ ഡൗൺലോഡ്സ് ഫോൾഡർ. സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യുക, ഓരോന്നും നോക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പുതിയ ഫോൾഡേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് നമ്മൾ മൂവ് ചെയ്തിടും. അപ്പോൾ ഈ ഒരു ക്ലോഡിൻ്റെ കോവർക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ എടുത്ത് പറഞ്ഞാൽ മതി, നമ്മുടെ ഡൗൺലോഡ്സ് ഫോൾഡർ ഒന്ന് ക്ലീൻ ആക്കണം, ഇമേജസ് എല്ലാം ഒരു ഫോൾഡറിലും PDFs ഒക്കെ മറ്റൊരു ഫോൾഡറിലും ഫയൽസൊക്കെ ഒരു ആർക്കൈവ് എന്ന ഫോൾഡറിലേക്കും ഒക്കെ മാറ്റണം എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമേ ഉള്ളൂ. ക്ലോഡ് തന്നെ ഫയലുകളൊക്കെ തിരിച്ചറിഞ്ഞ് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്ത് അതൊക്കെ മൂവ് ചെയ്തോളും. അപ്പോൾ ഇതിനി ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലോഡിൻ്റെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ macOS ആണെങ്കിൽ ഈ macOS ഡൗൺലോഡ് ചെയ്യുക, ഇല്ലെങ്കിൽ വിൻഡോസ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ നോർമലായിട്ടുള്ള ക്ലോഡ് അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻസ് ഫോൾഡറിലേക്ക് നമുക്ക് ഡ്രാഗ് ചെയ്തിടാം. അപ്പോൾ വൺസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ അടുത്ത് ചോദിക്കും ക്ലോഡ് ഫോർ മാക്ക് ദ ഫാസ്റ്റസ്റ്റ് വേ ടു ടോക്ക് വിത്ത് ക്ലോഡ്. നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ആന്ത്രോപ്പിക്കിൻ്റെ ക്ലോഡ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതാണോ ഇമെയിൽ ID അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ക്ലോഡിൻ്റെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ കൂടെ ഇൻസ്റ്റാൾ ചെയ്തു.